യോ ഗായ്സ്, എഗെയിൻ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഈ ഫുട്ബോൾ പി സിയിലെ ഇംഗ്ലീഷ് ക്ലബ്സാണ് കളിക്കണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും നമ്മളുടെ ഓപ്പണൻറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം ഗെയിം പ്ലേയിലേക്ക് പോവാം. ഓക്കെ, സോ ഓപ്പണൻറ്റിൻ്റെ ഹാലൻഡ്, സൺ, പിന്നെ അവിടെ ഏകദേശം നമ്മളുടെ ടീം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബരാബറാണ് ഗൈസ്, കുഴപ്പമില്ല. അവൻ്റെ ടീം സ്ട്രെങ്ത്ത് 3058 നമ്മുടെ 3060. നമുക്ക് വേഗം ഗെയിം തുടങ്ങാം ഗൈസ്. നമ്മളുടെ സാലിബ ചത്ത് എടുക്കുകയാണ്, അതുകൊണ്ട് 2 ഡിസ്ട്രോയേഴ്സാണ് ബാക്കിൽ. എന്താ വേണാവും ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇറക്കലാണ്. നമ്മൾ ഇത്തവണയും കാം ആൻഡ് ക്വൈറ്റ് ഗെയിം പ്ലേ ആയിരിക്കും ഗൈസ്. നമ്മൾ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് കളിക്കാൻ പോവാം. ഒരു വിഷമമില്ല. ബാ, ഓക്കെ, തുടക്കം തന്നെ നമുക്ക് ഒരു ത്രോ കിട്ടിയിട്ടുണ്ട്. നമുക്കല്ല, സോറി, അവന് ഈസി. അവൻ്റെ വാൻഡേക്കും മണ്ടാമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഓ, നൈസ് പാസ്, ഈസി. അത് നമ്മളുടെ സൺ ബാക്ക് വെച്ചിട്ടുണ്ട്. ഈസി നമ്മളുടെ റാഷ്ഫോർഡിനെ വന്ന് കിട്ടി, പക്ഷെ അവൻ ഓക്കെ എവിടെ തന്നു. ഓക്കെ, ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പെനാൽറ്റി ഉള്ളിലേക്ക് അടിക്കാൻ യോഗ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് അടിച്ചിരിക്കും. ആരാ? ഡി ബ്രൂയിനാണ് അടിക്കണേ. ഉള്ളിലേക്ക് കയറുമെന്ന് അറിയില്ല ഗൈസ്, നോക്കി നോക്കാം. ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ നാമറിയാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഒരു സംഭവമാണ് ഗൈസ്. അടുത്ത ഫൗള്. ഓക്കെ, എനിക്ക് ഈ സാധനം അടിക്കാൻ അറിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് അതും പോയി. ഈ ഇതിത്തെ ഫ്രീ കിക്ക് ഒന്നും ഫോണത്തെ പോലെ അല്ല ഗൈസ്, എളുപ്പല്ല, ഭയങ്കര പാടാണ്. ഇത് പണ്ടാറാന്ന് പറഞ്ഞോടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നല്ലൊരു സേവ് ആയിരുന്നു അത്. ഈസി ത്രൂ, ബട്ട് കടന്നില്ല. സാരല്ലേ, നമ്മള് നല്ലൊരു ഗെയിം പ്ലേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ, സെറ്റാക്കാം. എനിക്ക് തോന്നുന്നില്ല കേസ് അതൊന്നും നടക്കുന്നു, വെറുതെ പറച്ചിൽ മാത്രമാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സണ്ണിനൊരു ത്രൂ, സണ്ണുകൊണ്ട് സണ്ണിന് കിട്ടിയില്ലത്. നമുക്കൊരു ലോഫ്റ്റഡ് വെച്ച് കൊടുക്കാം അടുത്ത ഓട്ടം. അടുത്തോട്ടം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ലോഫ്റ്റഡ് അങ്ങോട്ട് വെച്ചാൽ കൊടുക്കും. അവൻ്റെ ഹാലിൻ്റെ പോകും. എടാ, നമ്മൾ വെച്ചത് വിൽഷെയറിനായിരുന്നു. വിൽഷെയറിനെ ഉദ്ദേശിച്ച ഇവ എന്താ കാട്ടണേ? ഇതെന്ത് മാങ്ങ? അതെന്താ കാട്ടിയേ? ഫൗള് സാറേ. ഓക്കെ, നമുക്ക് അടുത്ത പെനാൽറ്റിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്തവണെങ്കിലും നമുക്ക് നോക്കി നോക്കാം. ഇത്തവണ നമ്മൾ അപ്പുറത്തേക്ക് അടിച്ചു നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടിച്ചു, വലിയ ഉപകാരം. ഇന്നൊന്നും ഫൗൾ ചെയ്യല്ല മോനെ. നമ്മള് കാമൻ ക്വൈറ്റിൽ കളിച്ചാണ്ടത് നമുക്ക് നമ്മളുടെ ചാൻസസ് ഇങ്ങോട്ട് കിട്ടും. നമ്മള് കാമൻ ക്വൈറ്റായിട്ട് കളിച്ചാൽ മതി. എടാ, അവന് കയറി പോയിട്ടാ. തീരുമാനമായ ഇല്ല.
ഓക്കെ റാഷി. സണ്ണിനൊരു ത്രൂ. സണ്ണിൻ്റെ പിന്നെ ത്രൂ വെക്കാൻ നോക്കി, നടന്നില്ല അത്. അതുകൊണ്ട് കാലുമൊക്കെ അടിച്ചു കൊടുത്തു. സ്നാവില്ലാത്ത പിൽഷേറെ നല്ല കളി കളിക്കി. ഈസിയാണ് ബ്രോ. നമ്മളിത് റിട്ടേൺ വെച്ചു. എടോ റാഷ് ഷൂട്ടിങ് വെച്ചോ. ഓക്കെ ഈസി ഈസി ഗോൾ. ഈസി ഗോൾ. ദാറ്റ് വാസ് ഈസി ഗോൾ ബ്രോ. എടാ നമ്മള് പറഞ്ഞേ കാമയും ക്വൈറ്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒക്കെ സെറ്റായിട്ട് വരും. നമുക്ക് ഒരെണ്ണം കൂടെ അടിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. എടാ അതും സമ്മതിച്ചില്ല. കംബാക്ക് അടിക്കാനൊന്നും നോക്കല്ലേട്ടാ. ഈസി ഈസി ബ്രോ. ഈസി. അത് നല്ലൊരു ത്രൂ ആയിരുന്നു, നല്ല കൺഫേംഡ് ത്രൂ ആയിരുന്നു. അതൊക്കെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാലാണ് പ്രാന്തി വരിക. നമുക്കത് കിട്ടാനുള്ള അവകാശം ഉണ്ടായില്ല. അതുകൊണ്ട് ഓക്കെ സിമ്പിൾ ഗൈസ്. ഫസ്റ്റ് ഹാഫില് നമ്മള് 4 ഗോളായിട്ട് അടിച്ചേ. ഫസ്റ്റ് ഹാഫിൽ മാത്രം നമ്മൾ 4 ഗോൾ അടിച്ചു. ദാറ്റ് വാസ് ഓസം. എടാ എടാ എക്സിറ്റ് ഒന്നും അടിക്കല്ലേ, നിർത്തി കളി നിർത്തി. നമ്മൾ നല്ലോണം കളിച്ച് വരുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള കൂറകൾ കളി നിർത്തി പോകും. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ ഹാഫ് വരെ എത്തിയുള്ളൂ, അപ്പോഴേക്കും അവൻ കളി നിർത്തിപ്പോയി. ഇതെന്തായാലും നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. നമ്മൾ ഹാഫ് ടൈം വരെ കളിച്ചത് നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഓക്കെ ബൈ.